എല്ലാ കൂട്ടുകാർക്കും നൈനാജോയ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ബീട്രൂട്ട് വെച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ മെഴുക്ക് പുരട്ടി എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലാത്തൊരു ഐറ്റമാണ്. എനിക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെടും. ഞാനിവിടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ബീട്രൂട്ട് കനം കുറച്ച് നീളത്തിലാണ് അരിയുന്നത്. നീളത്തിലോ ചെറിയ സ്ക്വയർ കഷ്ണങ്ങളാക്കിയോ അരിയാവുന്നതാണ്. ബീട്രൂട്ട് തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു സവാളയും 2 പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റിവെക്കാം. ഇവിടെ ഇപ്പോൾ ബീട്രൂട്ടും സവാളയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇടികല്ലിലിട്ട് ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയൊരു പച്ചമണം മാറി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ബ്രൗൺ നിറമാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണും മുളക് പൊടി എരിവിന് ആവശ്യത്തിനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടികളുടെ പച്ചമണം മാറി വന്ന ശേഷം നേരത്തെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അവരവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വച്ച് അടച്ചു വയ്ക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർക്കാതെ വേണം അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ചെറു തീയിൽ തന്നെ അടച്ചു വയ്ക്കുമ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും. 2-3 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. ഇവിടെ ഇപ്പോൾ ബീട്രൂട്ട് നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം. ബീട്രൂട്ട് നല്ലതുപോലെ മൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബീട്രൂട്ട് കുറച്ച് മധുരമുള്ളൊരു പച്ചക്കറിയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പൊതുവെ മെഴുക്കുപുരട്ടി വയ്ക്കുമ്പോൾ അത് അത്ര ഇഷ്ടമാകാത്തത്. പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാകും. നമ്മൾ അവസാനം കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നല്ലപോലെ മൊരിയിച്ചെടുക്കണം. അപ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ആ ഭാഗം വീഡിയോ മിസ്സായിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 സ്പൂൺ ചേർത്താൽ മതി. അതുപോലെ തന്നെ ബീട്രൂട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അയൺ കണ്ടന്റ് ഒക്കെ കൂടുതലാണ്. അതുപോലെ ബ്ലഡിലെ HB കുറവുള്ളവർക്ക് ഏറ്റവും നല്ലൊരു പച്ചക്കറിയാണ് ബീട്രൂട്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. ഇതുവരെ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു ഹൈപ്പ് എന്ന ഓപ്ഷനുമുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.